എത്ര ഉണ്ട്? 2000. അപ്പോൾ തൽക്കാലം അതിൻ്റെ വക കൊടുക്കുകയാണ്. എന്തൊക്കെയാ ജോലി ചെയ്യാറുണ്ട്? നമുക്ക് അറവിൻ്റെ പണിയുണ്ട്, മീൻ കച്ചവടം, ബസ്സിൽ, പിന്നെ മിക്ക എല്ലാ പണികളും കാറ്ററിങ്ങിൻ്റെ എല്ലാ വർക്കും അറിയാം. പേര് പറയും. സാബിത്ത്. എത്ര കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്? ഒരു 3 കൊല്ലത്തിൻ്റെ അടുത്തായി. 3 കൊല്ലത്തിൽ. എന്തിനാണ് കച്ചവടം ചെയ്യണത്? പഠിപ്പിൻ്റെ ആരും വീടിൻ്റെ ചിലവും വീടിൻ്റെ പണിയൊക്കെ നോക്കാൻ. ഇപ്പം എന്തിനാണ് പഠിക്കണത്? +1. ഞാൻ മനസ്സിലാക്കിയത് കാസിംഖന്നോട് പറഞ്ഞത്, പിന്നെ ഇവരൊക്കെ പറഞ്ഞത് ഒരു ജോലി മാത്രമല്ല ചെയ്യണത്. അത് എന്തിനെങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? എത്ര കാലമായി? നമ്മൾ ഒരു 3 കൊല്ലം കഴിഞ്ഞു എല്ലാ പണിക്കും. ആണോ? എപ്പോഴത്? വീട് എവിടെയാണ്? വീട് വട്ടക്കുളം. അവിടുന്ന് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പടിഞ്ഞാറങ്ങാടി. അപ്പോൾ എപ്പോഴാണ് പപ്പടേറ്റ് ഇറങ്ങുക? എങ്ങനെയാണ് എൻ്റെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല കാസിംക പറയട്ടെ, എപ്പോഴാണ് പരിപാടി ഒന്ന് പറഞ്ഞേ. നമ്മൾ സ്കൂളിൽ ഒരു ദിവസം എങ്ങനെയാന്ന് പറഞ്ഞേ. നമ്മൾ രാവിലെ സ്കൂളിൽ പോകും. 9 മണിക്ക് സ്കൂളിൽ പോയാൽ. ഏത് സ്കൂളാ? നമ്മൾ വെള്ളത്തോള്. ആദ്യം കുമ്പടനയിൽ ഇപ്പോൾ +1 വെള്ളത്തോള്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വിഷയം ഹ്യൂമാനിറ്റീസ്. എന്നിട്ട് ഇവിടെ നമ്മൾ 9 മണിക്ക് സ്കൂളിൽ പോയാൽ ഉച്ചയായിട്ടുള്ള ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്നീ പടിഞ്ഞാറങ്ങാടി അല്ലെങ്കിൽ എടപ്പാള് കച്ചവടത്തിന് പോകും. 1 കൊല്ലത്തിന് 1.5 കൊല്ലമായിട്ട് പടിഞ്ഞാറങ്ങാടിയിലെ കച്ചവടം. ഈ അങ്ങാടി പിന്നെ പറഞ്ഞോ ഇതിന്റെ കാര്യങ്ങൾ. വീട് പണി നടക്കുന്നു. ഇപ്പോൾ 1 കൊല്ലമായിട്ട് വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട് പണിയുടെ പിന്നെ പഠിപ്പിന്റെ കാര്യവും വീടിന്റെ ചിലവ്. പപ്പടം എവിടെ നിന്ന് എടുക്കുന്നതാണ്? നമ്മൾ BM പറഞ്ഞു. ഒരു ദിവസം എത്ര പാക്ക് വെക്കും? 30 പാക്ക്. അതായത് ഒരു പാക്കിന് എന്താണ് സമയമുള്ളൂ. അതാണ് സ്കൂളിൽ പോയിട്ട് വന്നിട്ടും മറ്റുള്ള കാര്യങ്ങൾ കുടുംബത്തെ മറ്റെല്ലാം നോക്കണ്ടേ. അതാണ് പോയിന്റ്. മാത്രമേ ഉള്ളൂ. അതെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുമോൻ പടിഞ്ഞാറങ്ങാടി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ എങ്ങനെ സമ്പത്തും കഴിവുണ്ടായിട്ട് മക്കളെ നിയന്ത്രിച്ച് കിട്ടാത്ത MDM അതുപോലെ വഴിവഴിച്ച് പോകുന്ന കാലഘട്ടത്തിൽ ആരും നിയന്ത്രിക്കാനില്ലാതെ കുടുംബം സംരക്ഷിക്കണം, പോറ്റണം, നോക്കണം എന്നൊരു ഉത്തരവാദിത്തത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ സ്കൂളിൽ പോകണം. അത് മുടക്കുക. വിദ്യാഭ്യാസമാണ് ഏറ്റവും മെയിൻ. എന്തൊരു വിദ്യാഭ്യാസം നേടിയിട്ട് എന്തെങ്കിലും രംഗത്ത് എത്തിയപ്പോൾ അന്ന് എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ. പക്ഷേ വിദ്യാഭ്യാസത്തിന് പോകാനും പൈസ ഇല്ല, ഉമ്മാനെ പോറ്റാൻ പൈസ ഇല്ല. ഒരു കുട്ടി വേറുണ്ട്, അവനും ജീവിക്കണം. ഇതിനെല്ലാം സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി രാത്രി 10 മണിക്കായി കുട്ടി വീട്ടിൽ തിരിച്ചെത്തുന്നത് ആണല്ലേ. പിന്നെ ഇത്രയും പ്രയാസപ്പെട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ MD മറ്റു മനുഷ്യരുടെ ഇടയിൽ നിന്ന് നല്ല നിലക്ക് ഒരു കുട്ടി വളർന്ന് വരുന്നവരെ സംരക്ഷിക്കാൻ നമ്മളെപ്പോലുള്ളവർ മുന്നോട്ട് വരണം അല്ലേ. ആരാ കസ്റ്റമേഴ്സ്? ആരൊക്കെയാണ് കസ്റ്റമേഴ്സ്? നമ്മളെ ഇവിടെ പടിഞ്ഞാറങ്ങാടിയുള്ള പലർക്ക് കടകൾ, പിന്നെ ഈ ഫാൻസി കടകൾ, പിന്നെ മൂപ്പരാളെ വീട്, പിന്നെ നമ്മൾ റോഡ് സൈഡുകൾ ഇങ്ങനെ കാറുകളൊക്കെ പാർക്ക് ചെയ്യും. എങ്ങനെ അവിടുന്ന് വീട്ടിൽ നിന്ന് എത്ര സമയം ഇങ്ങോട്ട് നടക്കും? നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പകുതി വരെ ബസ്സിന് വരും. പിന്നെ അവിടുന്ന് ഒരു ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് പടിഞ്ഞാറങ്ങാടി വരെയാണ് നമ്മളത് നടക്കൂലേ. പടിഞ്ഞാറങ്ങാടി. പിന്നെ ഈ മറ്റു പണികൾ പറഞ്ഞല്ലോ, മീൻ പണിയാൾക്ക് എന്താ ചെയ്യാ? നമ്മൾ കച്ചവടം ഇല്ലാത്തപ്പോൾ നമ്മൾ ചങ്ങനാകുളത്ത് നമ്മളൊരു മലയാളിൻ്റെ സാവുക്കാന്ന് പറയും, മീൻ കച്ചവടമല്ല. മൂപ്പരാളൊപ്പം പോവും. പിന്നെ ഇറച്ചിക്കട വട്ടംകുളത്ത് മുത്തലിബ് എന്ന് പറഞ്ഞാൽ, പിന്നെ നീലിയാട്ടിൽ കാലിദക്ക കുമ്പടിയുള്ള ഫാസിൽ അവരൊക്കെ. പിന്നെ ഈ ക്യാഷ് എന്താ നീ ചെയ്യാറുള്ളത് 3 വർഷമായിട്ട്? ഞാൻ വീട്ടിൽ സാധനങ്ങൾ, അരി എല്ലാം നീ തന്നെയാണ്? വീട്ടിൽ അരി സാധനങ്ങൾ. വാപ്പാക്ക് എന്താ സംഭവിച്ചത്? വാപ്പാക്ക് അറ്റാക്ക് വന്നിട്ട് മരിച്ചു. ഇപ്പൊ വീട്ടിലാണോ വാടക വീട്ടിലാണോ? വീട് പണി ഉണ്ടോ? എത്ര ആയിക്കണ വീടിന്റെ സ്റ്റേജ്? ഇപ്പൊ മെയിൻ വർക്ക് കഴിഞ്ഞു, ഇപ്പൊ നിർത്തി വെച്ചിരിക്കാണ്. പൈസയുടെ ബുദ്ധിമുട്ടായാലും നിർത്തി. വീട്ടില് പഠിക്കാണ്ടാവുമല്ലോ. അതെപ്പോഴാ പഠിക്കാറില്ലേ? വായിക്കല് വൈകുന്നേരം. ഈ ചിലപ്പോൾ ഇവിടുന്ന് 7:30 ഒക്കെ ആകുമ്പോൾ കഴിഞ്ഞ് പോയാൽ 7:30 ഇരിക്കും. അല്ലെങ്കിൽ രാവിലെ നീച്ചാൽ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കൂലേ. ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യാം? മീനിന്റെ എന്താ പണി? മീനെ തൂക്കി കൊടുക്കുക. അത് ഏതാ സ്പോട്ട്? ചങ്ങരകുളം. എത്ര ക്ലാസ് തുടങ്ങിയതാ? ഞാൻ 8 ജോലി തുടങ്ങിയിരിക്കണല്ലേ. എല്ലാ ചെലവുകളും ഇവ തന്നെ ചെയ്യുന്നത്. പിന്നെ കാസിംക തന്നെ വിളിച്ച് പ്രേക്ഷകരോട് പറയാം. ഇദ്ദേഹം ഞാനൊരു പൊതുവാക്കാനാണ്. പിന്നെ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണ്ടിത്തറ പഞ്ചായത്തിൽ മെമ്പറായിരുന്നു. 20 വർഷത്തോളം മെമ്പറായിരുന്നു. ഇത് റസാക്ക് ഇവിടെ തന്നെയാണ്, ഡ്രൈവറാണ്. ഈ കുട്ടിയുടെ പ്രവർത്തനം ഞങ്ങൾക്ക് കണ്ടിട്ട് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അധ്വാനിക്കുന്ന ഒരു കുടുംബം നോക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവനെ നമ്മൾ ഒന്ന് സംരക്ഷിക്കണം. ആ ഉത്തരവാദിത്വം പ്രേക്ഷകരെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് എന്റെ ആഗ്രഹങ്ങൾ? എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞ? അങ്ങനൊന്നുമില്ല, വീടുണ്ടാക്കുക, പിന്നെ പഠിച്ചിട്ട് വലിയൊരു നിലയിലെത്തുക. ക്ഷീണമില്ലടാ. ഇന്ന് പപ്പടം വിറ്റോ? ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഏതായാലും പപ്പടം നോക്കട്ടെ, എത്ര പാക്ക് ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് സൗജന്യമായി തരാൻ സാധ്യത ഉണ്ട്.
അല്ലേ? എത്ര വേണ്ട? ഫ്രീ തരുമോ? പിന്നെ അതാണോ അവൻ്റെ മനസ്സ് നോക്കി നിങ്ങള് അല്ലേ? ചോദിക്കുന്നത് ഇന്നിപ്പോ തുടങ്ങുകയാണല്ലോ. 13, 14, 15, 16, 17, 18, 20, 23 ഓക്കെ. അപ്പൊ 23.50. അപ്പൊ എത്രയാണ്? 1150 റുപ്യ. അപ്പൊ ഇത് ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ഓം കച്ചവടം ചെയ്ത് വരുമ്പോൾ 10-10:30 മണിയാവും. തൂക്കി നടക്കുകയാണ്, ഒന്നുമല്ല. അത് ശരിയല്ലേ? കച്ചവടം അവസാനിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ സഹകരിക്കുന്നത്. 1150 റുപ്യ കുറവ് വരുമോ? എത്ര വരും? ഉള്ളത് തന്നാ മതിയാ. പിന്നെ പിടി എത്രയായി? 1000. ഇപ്പം എത്രയായി? 1500. പപ്പടഞ്ഞ് വരുമോ? വേണ്ട, ഇത് പിടി. ഇതേ എത്ര ഉണ്ട്? 2000. അപ്പൊ തൽക്കാലം അതിന്റെ വക കൊടുക്കുകയാണ് കേട്ടാ. ഓനർ പ്രോത്സാഹനം എന്നുള്ള കേട്ടാ. പോയി നോക്കാ എങ്ങനെയുണ്ട്. എന്ത് തോന്നുന്നു? മെടുക്കനാ മൂപ്പര് എന്തോ പറയണ്ട. എന്തെങ്കിലും പറഞ്ഞേ? ഒരു 100 റുപ്യക്ക് വിറ്റില്ലല്ലോ എന്നുള്ള കഷ്ടപ്പാട് നിൽക്കുക. ഈ ഓളോറും തേമക്കാർ ഇത് വിജയിക്കും വല്ലതും കിട്ടുമെന്ന് സങ്കടപ്പെട്ട് നിൽക്കുക. പപ്പടമായിട്ട് പപ്പടം ഇരിക്കൂലേ, ഇരിക്കുള്ളൂ. ആ സമയത്ത് നിങ്ങളിപ്പോ 23 പാക്കറ്റ് പപ്പടം വാങ്ങി 1100, 2000 കൊടുത്ത് നമ്മൾ കരച്ചിലല്ലേ വരുള്ളൂ. ഇത് തൊട്ടടുത്ത ഈ റോഡ് സൈഡിൽ തന്നെ ഇവനും വേണ്ടിയിട്ടില്ലേ, ഇവന് വേണ്ടിയിട്ട് ഓൻ്റെ കുറേ സുഹൃത്തുക്കൾ ഈ മസ്കാ ബണ്ണ്, പുതിയ മസ്കാ ബണ്ണും ചായയും വിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ. കച്ചവടം കഴിഞ്ഞാ? നിങ്ങൾ ആർക്കും വേണ്ടി കച്ചവടം ചെയ്യണത്? ഓനെ സഹായിക്കാനും വേണ്ടിയോ? ഇത് ഓൻ്റെ ഇവൻ്റെ ബ്രദറാ അല്ലേ? ഇരട്ടകളാണ് അല്ലേ? ഇരട്ടകളാ. ഇവിടെ ഉണ്ടാവോ? ഓപ്പറേറ്റ് പോലുണ്ടാ? ഇല്ല, ആ സ്കൂളിൽ അല്ലോ അത് പഠിക്കുന്നുണ്ട് അല്ലേ? പഠിച്ചാ എന്താ അങ്ങനെ ജോലി പെട്ടെന്ന് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം? എന്തുകൊണ്ടാ ജോലി? വീട്ടിൽ സഹായിക്കാൻ. 2 ആൾക്കാർ മുതലാണ് കേട്ടോ, ഉഷാറാണ്. നിങ്ങൾ കിട്ടിയ പൈസ ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ ബണ്ണ് കച്ചവടം? 3 ദിവസമായി. എവിടെ എത്തി? കസിമക്ക അദ്ദേഹത്തെ സ്ഥലം? കസിംക്ക അല്ല, ഇവന്റെ സ്പോട്ട് ഏതാടാ? പുളിയാർക്കുണ്ട്. അപ്പൊ വീട്ടിലെത്തില്ലേ? ഉമ്മ അവിടെ ഉണ്ട്. എന്താ നിങ്ങളെ പേരെന്തേന്നു? രജില അല്ലേ? ഇപ്പൊ വീടിന്റെ അവസ്ഥ എന്താ? പകുതി കഴിഞ്ഞല്ലേ? എവിടെയാണ് വീട് പണി നടക്കുന്നത്? ആണല്ലേ? ഓക്കെ. റാത്താവട്ടെട്ടാ ഇൻഷാ അല്ലാ. ഇത് വാടക വീടാ? എത്ര വാടക കൊടുക്കണത്? 4000. എന്താ മക്കളെ കുറിച്ച് പറയാനുള്ളത് ഒന്ന് പറയ്. അവര് കൊടുന്നേരണല്ലേ? നിങ്ങൾക്ക് അതിൽ വിഷമം തന്നെയാണ്. റാത്താവട്ടല്ലേടാ? റഫീഖ് ഭായ്. നിങ്ങളെ പേര്? എങ്ങനെയുണ്ട് പ്രവർത്തനം? നല്ല പ്രവർത്തനം. മദീന മെഡിക്കൽസ് നമ്മളിവിടെ കുമരനെല്ലൂർ അല്ല പടിഞ്ഞാറങ്ങറിയില്ലേ? നിങ്ങളെ പേരെന്താ? എന്റെ പേര് അസീസ്. നിങ്ങളെ പേര്? നിതീന്. ഇവനെ നല്ല പരിചയം ഉണ്ടല്ലേ? 2 പരിചയമുണ്ട്. 3 വർഷമായിട്ട് ഇവിടെ വരുന്ന പയ്യനാണ്.